ഹായ് എവരി വൺ, ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 2 ഷെയ്ഡിലുള്ള ഫൗണ്ടേഷനാണ്. അപ്പം അത് ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ബെറ്റർ എന്ന്. അപ്പം ഞാനിന്നിവിടെ എടുത്തിരിക്കുന്ന മാർസിൻ്റെയും അതുപോലെ തന്നെ ഫേസസ് കാനഡയും ഫൗണ്ടേഷനാണ്. മാർസിൻ്റെ എന്ന് പറഞ്ഞാൽ 08 ഷെയ്ഡാണ് വരുന്നത്. 340 ആണ് അതിൻ്റെ ഒരു പ്രൈസ് വന്നിട്ട്. ഫേസസ് കാനഡയെ വന്നിട്ട് 3-in-1 ഫൗണ്ടേഷനാണ്. അതിനകത്ത് നമുക്ക് മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ളൊരു 3-in-1 ഫൗണ്ടേഷനാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 549 രൂപയാണ്. അപ്പോൾ ഒരുപാട് ആഡും കാര്യങ്ങളും ഒരുപാട് വ്ളോഗേഴ്സൊക്കെ ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാനൊരു ഫേസസ് കാനഡ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾറെഡി ഞാനിത് ഒരു വട്ടം പുറത്ത് പോയപ്പം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാ ഷെയ്ഡുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു ഷെയ്ഡല്ല. ഡസ്കി സ്കിൻ ടോണിന് ഒട്ടും പറ്റില്ല ഫേസസ് കാനഡയുടെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ഒരു ഫെയർ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഞാൻ മാർസിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്ന 08 ഷെയ്ഡാണ്. ഇത് ഏകദേശം ഒരു ഡീപ്പ് ലെവലിട്ടുള്ളൊരു കളറാണ്. എൻ്റെ ഒരു സ്കിന്നിന് കറക്റ്റ് മാച്ചായിട്ടുള്ളൊരു ഷെയ്ഡാണ് മാർസിൻ്റെ. അപ്പം ഇത് വന്നിട്ട് നല്ലൊരു ഓയിലി ടൈപ്പാണ്, പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവുന്നുണ്ട്, ഒട്ടും തന്നെ ഡ്രൈ ആവുന്നില്ല. മാർസിൻ്റെ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആവുന്നുണ്ട്. അതേസമയം ഫേസസ് കാനഡയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ചാരം പൂശിയ ഒരു അവസ്ഥയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ വെള്ളത്തോടെ നമ്മൾ പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുഖത്ത് എന്താകും, അതുപോലൊരു കറക്റ്റ് പറഞ്ഞാൽ പുട്ടിയടിച്ചൊരു അവസ്ഥയായിരുന്നു ഫേസസ് കാനഡ ഫൗണ്ടേഷൻ. അതായത് മാർസിൻ്റെ വെച്ചിട്ട് കുറച്ച് പ്രൈസും അധികമാണ്, എന്നാൽ കൂടി 3-in-1 എന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈസി ആയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര എന്തോ പറയുന്ന ഒരു നല്ലൊരു ഹാർഡ് ഫൗണ്ടേഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടെയൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് ബെറ്ററായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇട്ടതിന് ശേഷം ഒരുമാതിരി കട്ട പിടിച്ചൊരു ഫീലായിരുന്നു. മാർസിൻ്റെ നല്ല ഫിനിഷിങ് തരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫേസിന് കറക്റ്റ് മാച്ചിങ് ആണ് മാർസിൻ്റെ ഫൗണ്ടേഷൻ. മിക്സിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഷെയ്ഡാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും കാണുമ്പോൾ തന്നെ ഡിഫറൻസ് മനസ്സിലാകും. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ മാർസിൻ്റെ ഷെയ്ഡാണ് കേട്ടോ. അത് നല്ലൊരു ക്രീമി ഒരു ടൈപ്പാണ്, പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവുന്നുണ്ട്. നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയൊരു നല്ലൊരു ഫൗണ്ടേഷനാണ്. മോയ്സ്ചറൈസറിൻ്റെ കൂടെ ചെറുതായിട്ടൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ ജസ്റ്റ് ചെറിയൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടും. അതല്ല, നമുക്ക് ഈ ഫേസസ് കാനഡ ഒട്ടും തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇരുണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് നോക്കിയ സമയത്ത് മാർസ് എൻ്റെ ഒരു സൈഡ് ഞാൻ അപ്ലൈ ചെയ്ത ആ ഒരു ടൈപ്പിലുള്ള ഫൗണ്ടേഷനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇളകി പോകുന്നൊരു പരുവമായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്കും കാര്യങ്ങളും ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി പറയാനുള്ളത് കുറച്ച് പ്രൈസ് കുറവായിരുന്നാലും മാർസിൻ്റെ നല്ല അടിപൊളി ഫൗണ്ടേഷനാണ് കേട്ടോ.